കുറ്റമറ്റ തിരക്കഥകൾ എണ്ണത്തിൽ വളരെ വിരളമായേ ഉണ്ടാകാറുള്ളൂ. അത് വലിയ വാണിജ്യ വിജയങ്ങൾ വെട്ടിപ്പിടിക്കുന്നതും മറ്റൊരു അപൂർവതയാണ്. പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ കഴിഞ്ഞ് സിദ്ദിഖ് ലാൽ സഖ്യം സൃഷ്ടിച്ചത് അത്തരം അപൂർവമായ 3 പാഠപുസ്തകങ്ങളാണ്. റാംജി റാവു സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ. സിനിമയുടെ മർമ്മം ആഴത്തിലറിഞ്ഞുള്ള എഴുത്ത്. ആ എഴുത്ത് സഖ്യത്തിലെ സിദ്ദിഖ് എന്ന കണ്ണി മലയാള സിനിമയോട് വിട പറഞ്ഞിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. സൗമ്യതയുടെ മുഖമായിരുന്നു സിദ്ദിഖ്. സരസമായ ചിരി, ലളിതമായ ശബ്ദം. ചില പ്രശ്നങ്ങൾ കാരണം തൻ്റെ നിർമ്മാതാവിന് പണം തിരികെ കൊടുക്കാനുള്ള വിശാല മനസ്സ് സിദ്ദിഖിനെ പോലെ വേറെ ആർക്കും ഇന്നേ വരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ബോളിവുഡിൽ പണക്കിലുക്കം സൃഷ്ടിക്കാൻ കഴിയുമ്പോഴും സിദ്ദിഖ് സാധാരണ മനുഷ്യനായി കേരളത്തിൽ തന്നെ തുടർന്നു. ഇവയെല്ലാമാണ് മറ്റുള്ള സിനിമാ പ്രവർത്തകരിൽ നിന്ന് സിദ്ദിഖിനെ വ്യത്യസ്തനാക്കുന്നതും. കഥയെ കളിമണ്ണ് പോലെയാണ് സിദ്ദിഖ് കൈകാര്യം ചെയ്തിരുന്നത്. ഇഷ്ടാനുസരണം എങ്ങോട്ടും തിരിച്ചുവിടാൻ സിദ്ദിഖിന് കഴിയുമായിരുന്നു. അസംഭവ്യം എന്ന് കരുതുന്ന സന്ദർഭങ്ങൾ പോലും സിദ്ദിഖിന് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. അതിനാവശ്യമായ രചനാ വൈഭവം സിദ്ദിഖിന്റെ രചനയിൽ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. തിരക്കഥയായിരുന്നു സിദ്ദിഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. സീനുകളിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ എല്ലാം പാകത്തിന് പ്രേക്ഷകന് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. വളരെ റിലേറ്റബിളായ അന്തരീക്ഷത്തിൽ നിന്നും നുണയുടെ കൈലാസത്തിലേക്കുള്ള പ്രയാണമായിരുന്നു ആദ്യകാലത്തെ തിരക്കഥകളെല്ലാം. പക്ഷെ അവയിലെല്ലാം പൊള്ളുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെ ഉള്ളടക്കങ്ങളും ഉണ്ടായിരുന്നു. റാംജി റാവുവിൽ തൊഴിലില്ലായ്മയാണെങ്കിൽ ഗോഡ് ഫാദറിൽ പകയിൽ ഞെരിഞ്ഞടങ്ങുന്ന കുടുംബ ബന്ധങ്ങളിലെ സംഘർഷങ്ങളും വിയറ്റ്നാം കോളനിയിൽ ഭൂമാഫിയയുടെ ആപത്കരമായ ഇടപെടലുകളും സിദ്ദിഖ് അവതരിപ്പിച്ചു. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു രണഭൂമിയായിരുന്നു ആ തിരക്കഥകളെല്ലാം. എന്നാൽ മഴവെള്ള പാച്ചിലായി വന്ന കോമഡിയിൽ ഇവയൊന്നും വേണ്ട പോലെ ശ്രദ്ധിക്കാൻ പ്രേക്ഷകന് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് പരിചയമൊന്നുമില്ല. എന്നാൽ സിദ്ദിഖിന്റെ കഥകൾക്കെല്ലാം വ്യത്യസ്തമായ ലോകോത്തരമായ മാനവും ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് തമാശക്കെങ്കിലും പറയുന്ന വിയറ്റ്നാം കോളനിയും അവതാറും തമ്മിലുള്ള സാമ്യം. പ്രിയന്റെ സ്ലാപ് സ്റ്റിക്കിനും ശ്രീനിയുടെ വിറ്റുകൾക്കുമിടയിൽ ഹ്യൂമർ എന്ന പാത മലയാള സിനിമയിൽ വെട്ടിയുണ്ടാക്കിയതും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടായിരുന്നു. 1-ാം വട്ടം വായിച്ച് ചിരിച്ച്, 2-ാം വട്ടം വായിച്ച് ചിരിച്ച്, 3-ാം വട്ടവും ചിരി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ സിനിമയിൽ ഒരു തമാശ ഉപയോഗിക്കുകയുള്ളൂ. കഥകളുടെ അവിശ്വസനീയത മാറ്റാൻ ഈ തമാശകളും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 1993 കാബൂളിവാലയ്ക്ക് ശേഷം സിദ്ദിഖ് ലാൽ ഒന്നിച്ചത് 1995 പുറത്തിറങ്ങിയ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള 3 പതിറ്റാണ്ട് സിദ്ദിഖ് ഒറ്റയ്ക്ക് ചിത്രങ്ങൾ ഒരുക്കി. ഹിറ്റ്ലർ, ഫ്രണ്ട്സ്, ക്രോണിക് ബാച്ചിലർ തുടങ്ങിയ ഹിറ്റുകൾ പിന്നാലെ എത്തുകയുണ്ടായി. 2004 വിജയകാന്ത് നായകനായ എങ്കൾ അണ്ണയുമായി തമിഴിലേക്കും പ്രവേശിച്ചു. മലയാള ചിത്രം ബോഡിഗാർഡിന് തമിഴ്, ഹിന്ദി പതിപ്പുകൾ ഉണ്ടാവുകയും ചെയ്തു. സൽമാൻ ഖാൻ നായകനായ ഹിന്ദി ചിത്രം ബോഡിഗാർഡും വിജയ് ചിത്രം കാവലനും പണം വാരിയ ചിത്രങ്ങളായിരുന്നു. ഹിന്ദി ചിത്രം ബോഡിഗാർഡിലൂടെ ബോളിവുഡിലെ 100 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാളിയായി അദ്ദേഹം മാറി. 2005 മാരോ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും ഭാഗ്യപരീക്ഷണം നടത്തി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം 2016 കിങ് ലെയർ എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ട് സിദ്ദിഖ് ലാൽ സഖ്യം വീണ്ടും ഒന്നിച്ചു. 2020 മോഹൻലാലിനെ നായകനാക്കിയൊരുക്കിയ ബിഗ് ബ്രദർ ആണ് സിദ്ദിഖിന്റെ അവസാനത്തെ ചിത്രം. ഹിന്ദിയിലടക്കം ചില ചിത്രങ്ങളുടെ ചർച്ചയ്ക്കിടയിലാണ് സിദ്ദിഖിന്റെ അപ്രതീക്ഷിതമായ മടക്കമുണ്ടായതും. മലയാളത്തിന്റെ ജെന്റിൽമാൻ സിദ്ദിഖിന് 1000 ഓർമ്മപ്പൂക്കൾ.